പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സം മനുഷ്യൻ്റെ പാപമാണ് എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേൾക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ നിയമം ലംഘിക്കുന്നവൻ പാപം ചെയ്യുന്നു. ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്ന ഏതൊരു മനുഷ്യനും പാപം ചെയ്യുന്നു. പാപം മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ വന്നുപോയ നിയമലംഘനങ്ങൾ, പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ അത് മുഖാന്തരം നാം അനുഗ്രഹം പ്രാപിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന കൽപ്പനകളിൽ, ദൈവം മനുഷ്യൻ നൽകുന്ന നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദേശത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അനുഗ്രഹമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കാതെ, അവരെ വേദനിപ്പിച്ച്, അവരെ മുറിവേൽപ്പിച്ച്, അവരുടെ കണ്ണുനീര് നിലത്ത് വീഴാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലമുറയുടെ നാശത്തിന്, അനുഗ്രഹത്തിന് തടസ്സമാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ബാറാസിയുടെ പുസ്തകം, POC ബൈബിൾ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവരുടെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് പകരം അവരെ വേദനിപ്പിക്കുന്ന, അവരെ കണ്ണുനീര് കുടിപ്പിക്കുന്നൊരു ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിന് വചനം പറയുന്നു, തിരുത്തുക. നീ അനുഗ്രഹം പ്രാപിക്കാൻ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അതിന് പകരമായി മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ച് അവരുടെ കണ്ണുനീര് നിലത്ത് വീഴാൻ കാരണമായിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ തലമുറയ്ക്കും അത് ശാപമായി തീരുമെന്ന് കർത്താവിന് വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വചനം പറയുന്നു, മകനെ പിതാവിൻ്റെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാകരുത്. മാതാപിതാക്കന്മാരെ വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. മരിക്കുന്നത് വരെ മാതാപിതാക്കന്മാർക്ക് ദുഃഖമുണ്ടാക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുക. ഇന്ന് പലപ്പോഴും പല മക്കളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ അവർക്ക് മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിക്കാനുള്ളതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ, കിട്ടിക്കഴിയുമ്പോൾ പിന്നെ മാതാപിതാക്കന്മാരെ വേസ്റ്റ് ബക്കറ്റിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്ന പോലെ, ഒരു പാഴ്വസ്തു പോലെ വലിച്ചെറിയുന്ന ഒരു ജീവിത രീതിയാണ്, ഒരു സംസ്കാരമാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കന്മാർ അധ്വാനിച്ചത്, മാതാപിതാക്കന്മാർ സമ്പാദിച്ചത്, മാതാപിതാക്കന്മാർ മുണ്ടുമുറുക്കി ഉടുത്ത് വിശപ്പും വേദനയും സഹിച്ച് ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് മക്കൾക്ക് ദാനമായി നൽകുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ വേണ്ട, മാതാപിതാക്കളുടെ ആവശ്യം തീർന്നു, ഇനി മാതാപിതാക്കളെ കൊണ്ടൊരു പ്രയോജനവുമില്ല, മാതാപിതാക്കൾ ഒരു പാഴ്വസ്തു പോലെ വലിച്ചെറിയുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ വേദന അനുഭവിക്കുന്ന ഒരു കാരണമാണ് അവരുടെ അധ്വാനം മൂലം അവർ സമ്പാദിച്ചത് മക്കൾക്ക് സൗജന്യമായി നൽകി കഴിയുമ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞ മക്കൾ പിന്നെ അവരെ പാഴ്വസ്തു പോലെ വലിച്ചെറിയുന്നൊരു അനുഭവത്തിലേക്ക് ഇന്ന് മക്കൾ വളർന്നുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ കണ്ണുനീര് കുടിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഒരു മുഖാന്തരമാണ് മാതാപിതാക്കൾ അധ്വാനിച്ചത് മക്കൾക്ക് ദാനമായി വീതം വെച്ച് നൽകുമ്പോൾ അതിൽ തൃപ്തി വരാതെ ഭിന്നതയും വാശിയും വൈരാഗ്യവുമായിട്ട് പരസ്പരം കൊമ്പുകോർക്കുന്ന മക്കൾ മാതാപിതാക്കൾക്കൊരു വേദനയാണ്. പലപ്പോഴും മാതാപിതാക്കളെ മരിക്കുന്നവരെ വേദനിപ്പിക്കരുതെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ എപ്പോഴെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ കാരണമായ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ? പരിശോധിക്കുക. ഇന്ന് പലപ്പോഴും
മാതാപിതാക്കളും മക്കളുമായി സ്നേഹത്തിൽ, ഐക്യത്തിൽ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കുന്ന പല കുടുംബങ്ങളിലും ഭിന്നത കടന്നു വരുന്നത് അവർ വീതം വയ്ക്കുന്ന, സമ്പത്ത് വീതം വയ്ക്കുന്ന, ദൈവം ദാനമായി നൽകിയ, മാതാപിതാക്കളുടെ നൽകിയ സമ്പത്ത് മക്കൾക്ക് ഓരോരുത്തർക്കും വീതം വെച്ച് നൽകുമ്പോൾ അതിലുണ്ടാകുന്ന ഭിന്നതയാണ്. പലപ്പോഴും പല കുടുംബ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ പല വ്യക്തികളുടെയും കുടുംബ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ മൂല കാരണം സ്വത്തിനെക്കുറിച്ചുള്ള തർക്കമായിരിക്കാം. 1 ഇഞ്ച് ഭൂമിയുടെ പേരിൽ, 1 സെൻറ്റ് ഭൂമിയുടെ പേരിൽ, അതിനെ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പേരിൽ പരസ്പരം കൊമ്പ് കോർക്കുന്ന, പരസ്പരം വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവുമായി പരസ്പരം മിണ്ടാൻ നടക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ വാശിയും വൈരാഗ്യവുമായി ജീവിക്കുമ്പോൾ തിരിച്ചറിയുക, ഇത് അനുഗ്രഹത്തിനാണോ അതോ ശാപത്തിനാണോ പരിശോധിക്കുക. പലപ്പോഴും പല കുടുംബങ്ങളുടെയും നാശത്തിൻ്റെ മൂലകാരണം ദൈവം നൽകിയ അനുഗ്രഹം മാതാപിതാക്കളിലൂടെ സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എനിക്കറിയാവുന്ന ഒരു കുടുംബം, 6 മക്കളാണ്. അവർ ചെറുപ്പം മുതൽ മാതാപിതാക്കളും മക്കളും ഒരു കൂട്ടുകാരെ പോലെ വളർന്നു. ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് ഒരു പായിൽ കിടന്നുറങ്ങുന്ന സഹോദരങ്ങൾ. വളരെ സ്നേഹവും ഐക്യവും അവരെ കണ്ടാൽ സമൂഹത്തിൽ ഒരു മാതൃകയായി തോന്നും. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരേ മനസ്സോടെ, ഒരേ സ്നേഹത്തോടെ, ഐക്യത്തോടെ അവർ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു വന്ന കുടുംബം ഛിന്ന ഭിന്നമായി തീരാൻ ഒരു കാരണം, മാതാപിതാക്കൾക്ക് അവരധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മക്കൾക്ക് ദാനമായി നൽകിയപ്പോൾ അവർക്ക് കിട്ടിയ സമ്പത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിച്ച് ഭിന്നതയിലായി. ആ മാതാപിതാക്കളുടെ ഭിന്നതയും വാശിയും വൈരാഗ്യവും ആ പിതാവിന് ഒരാഘാതമായി നിത്യരോഗിയായി മാറി. അവസാനം രോഗക്കിടക്കയിൽ കിടക്കുന്ന, മരണക്കിടക്കയിൽ കിടക്കുന്ന ഈ പിതാവിന് മരിക്കാൻ പറ്റുന്നില്ല. ഓരോ പ്രാവശ്യവും മരണത്തോടടിക്കുമ്പോൾ മക്കൾ ഓടി വരും. പക്ഷെ പരസ്പരം ഭിന്നതയിലാണ്. പരസ്പരം മിണ്ടാത്ത, പരസ്പരം സംസാരിക്കാത്ത മക്കൾ മരിക്കാൻ കിടക്കുന്ന അപ്പൻ്റെ കട്ടിലിന് ചുറ്റും നോക്കിയിരിക്കും, മരിക്കുന്നുണ്ടോ എന്നറിയാൻ. അവസാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വെളിപ്പെടുത്തി, ഇവിടെ പിതാവിൻ്റെ ആത്മാവിന് സൗഖ്യം ലഭിക്കണമെങ്കിൽ മക്കൾ രമ്യതപ്പെടണം. ആ മരണക്കിടക്കയിൽ മക്കൾ കൈകോർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൻ്റെ ആത്മാവ് സമാധാനത്തോടെ ദൈവസ്ഥനിലേക്ക് എടുക്കപ്പെട്ടു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ വാശി മൂലം, വൈരാഗ്യം മൂലം മാതാപിതാക്കൾ വേദനിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? എൻ്റെ സമ്പത്തിലുള്ള അഹങ്കാരം മൂലം മാതാപിതാക്കൾ വേദനിക്കാൻ കാരണമായിട്ടുണ്ടോ? എൻ്റെ ആർത്തി മൂലം, അത്യാഗ്രഹം മൂലം മാതാപിതാക്കൾ കണ്ണുനീര് കുടിക്കാൻ കാരണമായിട്ടുണ്ടോ? പരിശോധിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, മകനെ, മകളെ, നിൻ്റെ മാതാപിതാക്കന്മാരെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നത് വരെ അവർക്ക് ദുഃഖമുണ്ടാക്കരുത്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾ മുഖാന്തരം മാതാപിതാക്കൾ വേദനിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ മുന്നിൽ രമ്യതപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക. ദൈവം മാതാപിതാക്കളോട് നൽകുന്ന സമ്പത്ത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അനുഗ്രഹമാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നാം മാതൃകയാക്കേണ്ട ഒരു വീതം വെക്കലാണ് അബ്രാഹാമിൻ്റെയും ലോത്തിൻ്റെയും ജീവിതത്തിലുണ്ടായ വീതം വെപ്പ്. ഇന്ന് പല കുടുംബങ്ങളിൽ സമ്പത്ത് വീതം വയ്ക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു, അബ്രാഹാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാക്കരുത്, കാരണം നമ്മൾ സഹോദരങ്ങളാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുന്നിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്ത് ഭാഗത്താണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ഇവിടെ അബ്രഹാമിൻ്റെ മനോഭാവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിൽ സമ്പത്ത് വീതം വയ്ക്കുമ്പോൾ മക്കളുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം അബ്രഹാമിലൂടെ, ലോത്തിലൂടെ കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അബ്രഹാം പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, കാരണം നമ്മൾ സഹോദരങ്ങളാണ്. നമ്മൾ തമ്മിൽ കലഹമുണ്ടാകരുത്, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കാം. ഇവിടെ അടുത്ത വാക്യം പരിശോധിക്കുമ്പോൾ കാണുന്നത്,
ലോത്ത് തനിക്ക് ഇഷ്ടപ്പെട്ട യോർദാൻ്റെ സമതലം മുഴുവൻ ഫലഭൂഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാര നേരെയുള്ള മിസ്രൈമിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗോമോറയും നശിപ്പിക്കുന്നതിനുമുള്ള അവസ്ഥ ഏദൻ തോട്ടം പോലെയായിരുന്നു. ഇവിടെ ഈ ലോത്ത് വളരെ ഫലപുഷ്ടമായ ഏറ്റവും നല്ല വിളഭൂമിയായ സോദോം ഗോമോറ തിരഞ്ഞെടുത്തു. സംഭവിച്ചെന്താണ്? ലോത്ത് യോർദാൻ്റെ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. എന്നാൽ അബ്രഹാം ലഭിച്ചത് വെറും മൊട്ടക്കുന്ന്, വെറും തരിശുഭൂമി. സംഭവിച്ചെന്നറിയാമോ? അബ്രഹാം തനിക്ക് ലഭിച്ച തരിശുഭൂമിയായ ഈ കനാൻ ദേശം ദൈവത്തിൽ നിന്ന് അവൻ സ്വന്തമാക്കി. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾ ദാനമായി നൽകുന്ന സമ്പത്ത് സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമാണ്. എന്നാൽ മാതാപിതാക്കളോട് അർഹതയില്ലാത്തത് പിടിച്ചു വാങ്ങി അത്യാഗ്രഹം മൂലം മാതാപിതാക്കളിൽ നിന്ന് സ്വന്തമാക്കി സാമ്പത്തികമായ അഭിവൃദ്ധി ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ പിന്നീടുണ്ടാകുന്ന ദുരിതം എന്താണെന്ന് ലോത്തിൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ലോത്ത് ഏറ്റവും നല്ല സമതലം നോക്കി സോദോം ഗോമോറ എന്ന പ്രദേശം തിരഞ്ഞെടുത്തു. സംഭവിച്ചെന്താണ്? പിന്നീട് ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും ഇറങ്ങി ഈ സോദോം ഗോമോറ കത്തിച്ചാമ്പലായി. ലോത്ത് തനിക്ക് ലഭിച്ച തരിശുഭൂമി ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വന്തം ദേശം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ അത് മാറി. നാം തിരിച്ചറിയണം, സോദോം ഗോമോറ വലിയ വിളഭൂമിയായിരുന്നു, വലിയ അനുഗ്രഹിക്കപ്പെട്ട സമതലമായിരുന്നു. എന്നാൽ ലോത്തിൻ്റെ അത്യാഗ്രഹം മൂലം ലോത്തിൽ ലഭിച്ചത് പിന്നീട് അഗ്നിയും ഗന്ധവും ഇറങ്ങിയ ആ പാഴ് നിലമായ, ഇന്ന് അറിയപ്പെടുന്ന ചാവുകടലായിരിക്കുന്ന ആ പ്രദേശമാണ് ലോത്തിന് അവസാനം ലഭിച്ചത്. അർഹതയില്ലാത്തത് മാതാപിതാക്കളിൽ നിന്ന് അവകാശമായി സ്വീകരിച്ചാൽ അത് നമുക്ക് ആ സമയത്ത് അഭിവൃദ്ധിയായിരിക്കാം, ഉയർച്ചയായിരിക്കാം. പിന്നീട് തലമുറകളിലേക്ക് അത് ശാപമായി കടന്നു വരുമെന്ന് ലോത്തിൻ്റെ ജീവിതാനുഭവത്തിലൂടെ നാം കാണുകയാണ്. ലോത്ത് സ്വന്തമാക്കിയ സമ്പത്ത് പിന്നീട് ലോത്തിന് അനുഭവിക്കാൻ സാധിച്ചില്ല. താൻ സ്വന്തമാക്കിയ സോദോം ഗോമോറ ഉപേക്ഷിച്ച് മിസ്രൈമിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. നാം തിരിച്ചറിയുക, നാം അർഹതയില്ലാത്തത് മാതാപിതാക്കളിൽ നിന്ന് അവകാശമാക്കിയാൽ ഒരിക്കലും നമുക്കത് അനുഭവിക്കാൻ നിയോഗമുണ്ടാകണമെന്നില്ല. എന്നാൽ മാതാപിതാക്കൾ എന്തെങ്കിലും ദാനമായി നൽകിയാൽ അത് സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നുവെങ്കിൽ ദൈവം അതിനെ അമർത്തി കുലുക്കി അളവില്ലാതെ അനുഗ്രഹിക്കും. ഞാൻ സാധാരണ പറയാറുണ്ട്, മാതാപിതാക്കളിൽ നിന്ന് ഒന്നും ലഭിച്ചില്ലെങ്കിലും മാതാപിതാക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിങ്ങളെ വർദ്ധിപ്പിക്കും. ആ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും അനുഗ്രഹമായി ആയിരിക്കും. ഇന്ന് പലപ്പോഴും മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കാതെ, മാതാപിതാക്കളിൽ നിന്ന് സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, അവർ ദാനമായി നൽകുന്ന സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയാതെ അവരെ വേദനിപ്പിച്ച്, അവരെ കണ്ണുനീര് കുടിപ്പിച്ച്, അവരുടെ ശാപം പിടിച്ചു വാങ്ങി തലമുറയ്ക്ക് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ തലമുറയ്ക്ക് അനുഗ്രഹത്തിന് പകരം ശാപമാണ് നാം നൽകുന്നതെന്ന് നാം തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. സദൃശവാക്യം 30-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കും, കഴുകന്മാർ തിന്നുകയും ചെയ്യും. മാതാപിതാക്കന്മാരെ പരിഹസിച്ച് അവരിൽ നിന്ന് ശാപം പിടിച്ചു വാങ്ങിയാൽ അത് ജീവിതത്തിൽ കൂരിരുട്ടാകുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് അവരെ വാർദ്ധക്യത്തിൽ സഹായിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതിന് പകരം അവരെ ശപിച്ച്, അവരെ കുറ്റപ്പെടുത്തി, അവരെ നിന്ദിച്ച്, അവർ ദാനമായി നൽകിയ സമ്പത്തിൽ
സംതൃപ്തിയില്ലാതെ അവരുടെ കണ്ണുനീര് നിലത്ത് വീഴാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ഒരു കൂരിട്ടായിരിക്കുമെന്ന് കർത്താവ് വചനം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, മാതാപിതാക്കൾ സമ്പാദിച്ചത് ദാനമായി നൽകുമ്പോൾ അതിൽ സംതൃപ്തിയില്ലാതെ അത്യാഗ്രഹത്തോടെ മാതാപിതാക്കൾക്കെതിരെ പെറുപെറുക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ അത് അനുഗ്രഹത്തിന് പകരം ദോഷമായി തീരുമെന്ന് നാം തിരിച്ചറിയണം. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ കുടുംബങ്ങളുടെ അടിത്തറ അനുഗ്രഹമാക്കി മാറ്റും. മാതാപിതാക്കന്മാരുടെ ശാപം മക്കളുടെ കുടുംബങ്ങളുടെ അടിത്തറയിളക്കുമെന്ന് കർത്താവ് വചനം പഠിപ്പിക്കുമ്പോൾ എൻ്റെ തലമുറയ്ക്ക് ഞാനൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഞാൻ അവകാശമാക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ വിധിക്കപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ഏതെല്ലാം രീതിയിലാണോ വേദനിപ്പിക്കുന്നത്, കണ്ണുനീർ കുടിപ്പിക്കുന്നത്, അതിൻ്റെ പകരവും പലിശയോടുകൂടി നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനും പറയുന്നു, നിങ്ങൾ വിതയ്ക്കും തന്നെ നിങ്ങൾ കൊയ്യും. ഇന്ന് നിങ്ങൾ മാതാപിതാക്കന്മാരെ എത്രമാത്രം വേദനിപ്പിക്കുന്നോ അതിൻ്റെ 100 ഇരട്ടിയായി നിങ്ങളുടെ മക്കൾ നിങ്ങളെ വേദനിപ്പിക്കുമെന്നുള്ളത് തിരിച്ചറിയണം. അതിനും പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കന്മാരെ ഒരുപക്ഷെ അവർ വാർദ്ധക്യത്തിലായിരിക്കാം, അവർ രോഗക്കിടക്കിലായിരിക്കാം, അവർ മരണക്കിടക്കയിലായിരിക്കാം, അവരുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രയോജനമില്ലാത്തൊരു വ്യക്തികളായിരിക്കാം. ഒരുപക്ഷെ നിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാതാപിതാക്കൾ നിനക്കൊരു പാഴ്വസ്തുവായിരിക്കാം. പക്ഷേ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇന്ന് മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ സ്നേഹിക്കുകയും പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും അവരെ ദൈവസ്ഥാനത്ത് കണ്ട് ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അനുഗ്രഹം തലമുറയ്ക്ക് അവകാശമായി ലഭിക്കും. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ വാർദ്ധക്യത്തിൽ സ്നേഹിക്കുക, സഹായിക്കുക. അവർക്കൊരിക്കലും ദുഃഖമുണ്ടാക്കരുത്. പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ വാർദ്ധക്യമായി കഴിയുമ്പോൾ മക്കൾ മാതാപിതാക്കന്മാരെ ലേലം വിളിക്കുന്ന, ഒരാഴ്ചത്തേക്ക് ഞാൻ, ഒരു മാസത്തേക്ക് ഞാൻ, ഒരു 6 മാസത്തേക്ക് ഞാനങ്ങനെ മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരിക. മാതാപിതാക്കന്മാരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മക്കൾ ഒരു അനുഗ്രഹമായിരിക്കും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വെളിപ്പെടുന്നുണ്ട്, ഈ ചെറിയവിൽ ഒരുവനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. വാർദ്ധക്യത്തിൽ മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വാർദ്ധക്യസഹമായ രോഗവും ദുഃഖവും വേദനയും മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവരെ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ യേശുവിനെയാണ് സ്വീകരിക്കുക. യേശു പറഞ്ഞു, ഈ ചെറിയവിൽ ഒരുവനെ എൻ്റെ നാമത്തിൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്നെയാണ് സ്വീകരിക്കുന്നത്. മാതാപിതാക്കന്മാരെ നാം സ്നേഹത്തോടെ സന്തോഷത്തോടെ വാർദ്ധക്യത്തിൽ സ്വീകരിക്കുമ്പോൾ യേശുവിനെയാണ് നാം സ്വീകരിക്കുന്നത്. യേശുവിനെ പരിചരിക്കുന്ന പോലെ, യേശുവിനെ സ്നേഹിക്കുന്ന പോലെ നാം അവരെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹം പ്രാപിക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹം ഇന്ന് അവർ ഏതെങ്കിലും ഹോം നേഴ്സുമാർക്ക് വീതം വെച്ച് കൊടുക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹം പ്രാപിക്കേണ്ട, മാതാപിതാക്കളോട് ലഭിക്കേണ്ട അനുഗ്രഹം ഇന്ന് മറ്റു പല വ്യക്തികൾക്ക് അവകാശമായി കൊടുക്കുക. പലപ്പോഴും നാം വിതയ്ക്കുന്നത് തന്നെ നമ്മുടെ മക്കളിൽ നിന്ന് നാം കൊയ്തെടുക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയുക. നാം ഇപ്പോൾ മാതാപിതാക്കളെ ഏതെല്ലാം രീതിയിലാണോ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്, അതുപോലെ നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും, എത്രമാത്രം രോഗത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിലും, എത്രമാത്രം മാനസികമായ വൈകല്യമുള്ളവരാണെങ്കിലും, ഒരുപക്ഷേ ഒരു പ്രയോജനമില്ല, ഒരു പാഴ്വസ്തു പോലെയാണ് ഇപ്പോൾ മാതാപിതാക്കളെങ്കിൽ അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ദൈവത്തെപ്പോലെ അവരെ ദൈവസ്ഥാനത്ത് കണ്ട് ആ മാതാപിതാക്കളെ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ
അതിലൂടെ നാം അനുഗ്രഹം പ്രാപിക്കുകയാണ്. ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം, മാതാപിതാക്കളിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം നാം സ്വന്തമാക്കാൻ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ സ്നേഹിക്കുക, ബഹുമാനിക്കുക. മാതാപിതാക്കളുടെ അരികിൽ അല്പസമയം അവരുടെ കൂടെ ഇരുന്ന് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹം പങ്കുവെച്ച്, അവരുടെ ആ സ്നേഹം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട്, സ്നേഹം പങ്കുവെച്ചുകൊണ്ട്, സ്നേഹത്തോടൊരു ചുംബനം നൽകുവാൻ, മാതാപിതാക്കളെ മാറോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് അനുഗ്രഹമാണ്. ഇന്ന് പലപ്പോഴും പല മക്കളും ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ചുംബനം നൽകാൻ, ഒരു ഉമ്മ കൊടുക്കാൻ അവർക്ക് മനസ്സില്ല, താല്പര്യമില്ല. എന്നാൽ പെട്ടിയിൽ കിടക്കുമ്പോൾ 100 ചുംബനം നൽകാൻ പല മക്കളും ആഗ്രഹിക്കും. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയാം, നിനക്ക് ജീവിച്ചിരിക്കുമ്പോൾ നൽകാൻ കഴിയാത്തത് മരിച്ചതിന് ശേഷം നൽകിയിട്ട് ഒരു പ്രയോജനവുമില്ല. ഒരുപക്ഷെ പല മക്കളും ജീവിച്ചിരിക്കുമ്പോൾ ഓരോ നന്മ പ്രവൃത്തി പോലും മാതാപിതാക്കൾക്ക് ചെയ്യാത്തവർ മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ പേരിൽ എത്രയോ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിനക്ക് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയാത്ത നന്മകൾ അവരുടെ മരണശേഷം എന്ത് ചെയ്താലും അതുകൊണ്ടൊരു പുണ്യപ്രവൃത്തിയും ഒരു നന്മ പ്രവൃത്തിയും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുകയില്ല തിരിച്ചറിയുക. ഇത്രയും നാളും മാതാപിതാക്കളെ വേദനിപ്പിച്ച്, പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ രോഗക്കിടക്കയിൽ കിടക്കുന്ന, മറ്റു വ്യക്തിയുടെ സഹായം കൂടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും സാധിച്ചിട്ടില്ല എങ്കിൽ കർത്താവിൽ മാപ്പ് ചോദിക്കാം. മാതാപിതാക്കളെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കാം. എനിക്ക് വേണ്ടി ജീവൻ ബലിയായി സമർപ്പിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ പൂർണ്ണമായിട്ടും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ദാനമായി നൽകിയ, സമ്മാനമായി നൽകിയ മാതാപിതാക്കളോട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുവാൻ കാരണമായി, ഞങ്ങളുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാവാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത ഞങ്ങളുടെ മാതാപിതാക്കളെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും കടന്നു വന്നപ്പോൾ അവരെ വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ അവരെ കണ്ണുനീര് നിലത്ത് വീഴാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവർ ദാനമായി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ദാനമായി നൽകിയപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയാതെ ആ സമ്പത്തിൻ്റെ പേരിൽ ഞങ്ങൾ പരസ്പരം വിദ്വേഷവും വാശിയും വൈരാഗ്യവും പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ, കർത്താവേ, ഈ നിമിഷം പരസ്പരം ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, മാതാപിതാക്കളുടെ മുറിവേറ്റ ഹൃദയത്തിന് ആശ്വാസം നൽകുവാൻ ഈ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഈ നിമിഷം ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനപ്രകാരം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു അനുതാപം നൽകണമേ. മാതാപിതാക്കളോട് ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ, മാതാപിതാക്കളുടെ തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകൾക്കും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ നാമത്തിൽ മാതാപിതാക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് അംഗീകരിച്ച് അവരുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് മുഖാന്തരം ക്ഷമിക്കുന്ന സ്നേഹത്താൽ പരസ്പരം രമ്യതപ്പെടുവാൻ, സ്നേഹത്തിൽ ഐക്യത്തിലായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വമെടുത്തിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.